വളരെ സന്തോഷം. ന്യായമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആരാധകരെ കണ്ട തെറ്റ് ചെയ്തിട്ടില്ല, നീതിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. തങ്കപ്പെട്ട മനുഷ്യൻ, വെറുതെയല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല? ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം. അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിന് 4-5-6 മാസത്തിന് ശേഷം എന്തിനിപ്പം പ്രതിരോധിക്കുന്നത്? അന്ന് പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല ഇത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? അത് ഉത്തരം പറ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ലേ? എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ? എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു? എടി ഒരു കാലത്ത് നീ ഉടൻ പിടിക്കില്ലടി. സമൂഹത്തിന് ഒന്നടങ്കം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾ തിരിച്ച് ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓഹോ, തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ നമുക്ക് കാണാം. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. ഓ, എന്നെ അങ്ങ് തല്ലിക്കൊല്ലി. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് വിവരം വെച്ചത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഉണ്ടില്ലേ പറ, ഒരെണ്ണം ഞാൻ തരാം. പക്ഷെ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. മിന്നണ സാരി ഉടുത്തോണ്ട് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓക്കെ, ഞങ്ങൾക്കെല്ലാം അപമാനമാണ് ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല.